സമാന്തര ശ്രേണി എന്ന പാഠത്തിലെ പേജ് 9 ഒന്നാമത്തെ ചോദ്യമാണിത്. 3, 10, 17 എന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയായിരിക്കും? അതേപോലെ തന്നെ 25-ാം പദം, 100-ാം പദം എന്നിവയും കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ 2-ാമത്തെ പദത്തിൽ നിന്നും 1-ാമത്തെ പദം കുറയ്ക്കുക, അല്ലെങ്കിൽ 3-ാം പദത്തിൽ നിന്നും 2-ാം പദം കുറയ്ക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പദത്തിൽ നിന്നും അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള പദം കുറയ്ക്കുക. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 10 - 3 സമം 7 ആണ്. അത് 17 - 10 ചെയ്താലും 7 തന്നെയാണ് കിട്ടുക. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ 25-ാം പദം കണ്ടുപിടിക്കാനും 100-ാം പദം കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമാന്തര ശ്രേണിയിലുള്ള ഏത് സ്ഥാനത്തുള്ള പദം, 25-ാം പദം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 17 3-ാമത്തെ പദമാണ്. അതേപോലെ 4-ാമത്തെ പദം നമുക്കറിയാം 24 ആയിരിക്കും. അങ്ങനെ ഇങ്ങനെ തുടർന്ന് പോയിട്ട് 25-ാമത്തെ സ്ഥാനത്ത് ഏത് പദമാണുള്ളത്, 100-ാമത്തെ സ്ഥാനത്ത് ഏത് പദമാണുള്ളത്, ഇതാണ് നമുക്കറിയേണ്ടത്. ഇത് നമുക്ക് മുഴുവൻ ഇങ്ങനെ 7 കൂട്ടി പോയിട്ട് കണ്ടുപിടിക്കാനൊക്കെ കുറേ സമയം പിടിക്കും. അപ്പോൾ അതിനുള്ള എളുപ്പ വഴിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 1, 2, 3 എന്നെഴുതും. അതിൻ്റെ കൂടെ ഒരു n കൂടെ എഴുതിയിട്ട് 1, 2, 3 എന്ന് എഴുതിയിട്ട് n. ഈ 1 എന്ന് പറയുന്ന 1-ാമത്തെ പദമാണ്, 2 എന്ന് പറയുന്ന 2-ാമത്തെ പദമാണ്, 3 3-ാമത്തെ പദമാണ്, n-ാമത്തെ ഏതാണോ സ്ഥാനം അത്. അപ്പോൾ n-ന് പകരം നമുക്ക് ഏത് സ്ഥാനം വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ ഒരു ഇൻറ്റു മാർക്ക് ചെയ്തിടുക. ഇൻറ്റു അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള പൊതുവ്യത്യാസം ഇതിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ എഴുതുക. ഓക്കെ. ഇനി ചെയ്യേണ്ടത് 1 × 7, നമ്മൾ 1-ാം പദത്തിലേക്കാണ് എത്തേണ്ടത്. 1-ാം പദം സ്ഥാനം 1 കൊടുത്തത്. 1 × 7 7ആണ്. ആ 7-ൽ നിന്നും 1-ാം പദമായ 3-ലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? 7-ൽ നിന്നും, അതായത് 1 × 7 7ആണ്. ആ 7-ൽ നിന്നും 1-ാം പദമായ 3-ലേക്ക് എത്താൻ 4 കുറയ്ക്കുകയാണ് വേണ്ടത്. ആ -4 നമ്മളിവിടെ എഴുതുന്നു. അതേപോലെ തന്നെ ഒരു -4 അടുത്തതിലും എഴുതിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. 2 7 14 -4 10. അതാണോ 2-ാം പദം? ആണ്. അതേ -4 3-ാമത്തേൽ എഴുതുന്നു. 3 7 21-ൽ നിന്നും 4 കുറയ്ക്കുന്നു, 17. അപ്പോൾ ഇങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഇതേ -4 നമുക്ക് ഇവിടെയും എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് എത്തി. എത്ര സ്ഥാനത്തുള്ള പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? n-ഉം 7-ഉം ഗുണിച്ചിട്ട് -4 ചെയ്താൽ മതി. അതായത് സ്ഥാനവിലയും ഒരു സ്ഥാനത്ത് ഏത് സ്ഥാനത്താണോ പദമുള്ളത് ആ സ്ഥാനവും 7-ഉം തമ്മിൽ ഗുണിച്ചിട്ട് 4 മൈനസ് ചെയ്യുക. എന്ന് വെച്ചാൽ പൊതുവ്യത്യാസവും n-ഉം തമ്മിൽ ഗുണിച്ചിട്ട് 4 മൈനസ് ചെയ്താൽ മതി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇനി ഏതാണ്? 25-ാം പദമാണ്. 25-ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ 25, n-ന് പകരം നമ്മുടെ സ്ഥാനം എഴുതുന്നു. 25 × 7 - 4 എത്രയാ? 25 × 7 എത്രയാ? 175ആണ്. ആ 175-ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 171. ഇനി 100-ാം പദം കണ്ടുപിടിക്കണമെങ്കിലോ n-ന് പകരം 100 എഴുതുന്നു. × 7 - 4. ഈ 7 - 4 എല്ലാത്തിലും ഉണ്ട്. × 7 - 4 എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്ന n-ന് പകരം മാത്രം 25 100 എഴുതും. അപ്പോൾ 100 × 7 700 ആണ്. 700-ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 694 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 25-ാം പദം കിട്ടിയത് നമ്മൾ ഉത്തരമായിട്ട് ഏറ്റവും അവസാനം എഴുതണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ 25-ാം പദം 171, അതുപോലെ 100-ാം പദം 694. ഇങ്ങനെ മുഴുവനായിട്ടും നമ്മൾ പരീക്ഷാ പേപ്പറിൽ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുഴുവൻ മാർക്കും ലഭിക്കും.